നമസ്തേ. അച്ഛനമ്മമാരുടെ ദീർഘായുസ്സിനു വേണ്ടി പ്രാർത്ഥിച്ച മക്കൾ, അവർക്ക് കുടുംബവും ബാധ്യതയും വന്നു ചേർന്നാൽ പിന്നെ പ്രായം ചെന്ന മാതാപിതാക്കൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ശല്യമാണ്. എങ്ങനെയും ഒഴിവാക്കി കിട്ടിയാൽ മതി എന്നാണ്. എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിലല്ലേ അവർക്ക് സ്നേഹം വരും. നമ്മൾ പശുവിനെ സ്നേഹിക്കുന്നത് എന്തിനാണ്? എന്തിനു വേണ്ടിയാണ് പശുവിനെ സ്നേഹിക്കുന്നത്? പാലിന് വേണ്ടി, അല്ലേ? പാലില്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യും? കറവ പറ്റിയ പശുക്കളെ ഇറച്ചിക്കാരന് അതിനെ വിൽക്കും. അതല്ലേ നമ്മൾ ചെയ്യുന്നത്. ഈ ലോകത്തിലെ സ്നേഹമെല്ലാം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ ആത്മീയതയുടെ വെളിച്ചം അകത്ത് തെളിഞ്ഞാൽ ഏതിനെയും ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയും. നാം എന്നും സ്മരിക്കേണ്ടത്, നമുക്ക് ജന്മം നൽകി താലോലിച്ച് ഭക്ഷണം നൽകി താരാട്ടുപാടി കൈ പിടിച്ചു നടത്തിച്ചു പഠിപ്പിച്ച, എന്നുമെന്നും നന്മ വരണേ എന്ന് പ്രാർത്ഥിച്ച, നമ്മളെ വളർത്തി വലുതാക്കിയ അച്ഛനമ്മമാരെയാണ്. അച്ഛനമ്മമാരുടെ അനുഗ്രഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. അവരെ വേദനിപ്പിച്ചാൽ ലഭിക്കുന്ന ശാപമാണ് ഏറ്റവും വലിയ ശാപവും. ഒരു മക്കളും ഇന്നുവരെ പഠിച്ചിട്ടില്ല, അറിയുകയില്ല. അവരുടെ വാർദ്ധക്യത്തിലും ദുഃഖത്തിലും അവരെ ശുശ്രൂഷിക്കുന്നതാണ് ഏറ്റവും വലിയ ധർമ്മം. അതാണ് ഓരോ മക്കളുടെയും ഏറ്റവും മഹത്വമേറിയ കർത്തവ്യം. നാം ഓരോരുത്തരും ഈ ധർമ്മമാണ് അനുഷ്ഠിക്കേണ്ടത്. അമ്മമാർ ഒരിക്കലും മക്കളെ ശപിക്കില്ല. പക്ഷെ അമ്മമാരുടെ മനസ്സ് വേദനിച്ചാൽ അത് ശാപരൂപേണ നമ്മളിൽ വന്ന് ഭവിക്കും. ഒരമ്മയുടെ ത്യാഗത്തിന് മുന്നിൽ പ്രത്യുപകാരം ചെയ്യാൻ ഒരു മക്കൾക്കും കഴിയില്ല. അതാണ് അമ്മ. അമ്മയുമായി തെറ്റിപ്പിരിഞ്ഞ് വേറെ താമസമാക്കിയാൽ അമ്മയുടെ മനസ്സ് മക്കളുടെ കൂടെ തന്നെ ഉണ്ടാവും. അത് സദാ മക്കളുടെ കൂടെ തന്നെയായിരിക്കും. ആ മനസ്സ് അങ്ങനെയാ. അത് മക്കളെ ചുറ്റിപ്പറ്റിയ മനസ്സുണ്ടാവും. നഴ്സറി ക്ലാസ്സിലേക്ക് മക്കളെ ഓട്ടോറിക്ഷയിൽ അയക്കും നമ്മൾ കാണാറുണ്ടല്ലോ. ആ കുട്ടികളുടെ സുരക്ഷ ഈ വീട്ടിലിരിക്കുന്ന അമ്മയുടെ പ്രാർത്ഥനയാണ്. മനസ്സെപ്പോഴും കുഞ്ഞിൻ്റെ കൂടെയായിരിക്കും. ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തുന്നതുവരെ പല ജോലിയും അമ്മ ചെയ്യുന്നുണ്ടാവും. അപ്പോഴൊക്കെ മനസ്സ് കുഞ്ഞിൻ്റെ കൂടെയായിരിക്കും. ആ പ്രാർത്ഥനയാണ് ഒരു അപകടവും കൂടാതെ കുഞ്ഞിനെ വീട്ടിലെത്തിക്കുന്നത്. അങ്ങനെയൊക്കെ വളർത്തിയ മക്കളാണ് ഒരു ദയയുമില്ലാതെ അച്ഛനമ്മമാരെ തള്ളിപ്പറഞ്ഞ് സ്വന്തം സുഖം തേടി പോകുന്നത്. മക്കളുടെ ഓരോ വളർച്ചയും കാതോർത്തിരുന്ന രക്ഷിതാക്കൾ എത്രമാത്രം വേദനിക്കുന്നുവെന്ന് ഈ മക്കൾ അറിയുന്നില്ല. ഇന്നലെ റോഡിൽ എവിടെയോ വെച്ചു കണ്ട ഒരു ചെറുപ്പക്കാരനെ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരിയെ അവരിൽ ആകൃഷ്ടയായി ഇതു മതിയെന്ന് തീരുമാനിക്കുന്ന മക്കൾ, അവരുടെ കുലമേത്, ജാതിയേത്, മതമേത്, വിവാഹം കഴിഞ്ഞതാണോ, തൊഴിലുണ്ടോ, ഇതൊന്നും ഒരു പ്രശ്നമേ ഈ കൂട്ടർക്കല്ല. അത് മതിയെന്നവർ ഉറപ്പിക്കുന്നു. ഇതാണ് പ്രണയത്തിന് കണ്ണില്ല എന്ന് പറയുന്നത്. പിന്നെ ഒരു ഉപദേശവും അവരുടെ തലയിലേക്ക് കയറില്ല. ഉപദേശിക്കുന്നവർ അവർക്ക് ശത്രുക്കളായി മാറും. അത് പ്രണയം എന്ത് എന്നറിയാത്തത് കൊണ്ടാണ്. എന്താണ് പ്രണയമെന്ന് ഈ കൂട്ടർക്ക് അറിയില്ല. അതുകൊണ്ടാണ് സിനിമയിലും നോവലുകളിലും കണ്ട് ശീലിച്ച പ്രണയമാണ്
ഇവരുടെയൊക്കെ തലയ്ക്കകത്ത്. അവിടുത്തെ പ്രണയ വിവാഹത്തോടെ അവസാനിക്കും. അതാണ് സിനിമ. എന്നാൽ ജീവിതം തുടങ്ങുന്നത് അവിടുന്ന് അങ്ങോട്ടാണ്. എന്തായി എന്നൊന്നും ഒരു സിനിമയിലും നോവലിലും നമുക്ക് കാണാൻ കഴിയില്ല. റോഡിൽ വിലസി നടക്കുന്ന ഒരു ഗുണ്ടയാണ് ഹീറോ. സമ്പന്ന കുടുംബത്തിലെ പെൺകുട്ടി നായിക. ഇവൻ്റെ സ്റ്റണ്ടിൽ ആകർഷയായി മതിമറന്ന് അവനെ ഇഷ്ടപ്പെടുന്നു. പിന്നെ പ്രണയമായി, പ്രശ്നങ്ങളായി. പ്രേക്ഷകരും മനസ്സുകൊണ്ട് ആഗ്രഹിക്കും ആ സമയത്ത് ഇവർ ഒന്നിക്കണമേ എന്ന്. എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് ഒടുവിൽ അവർ ഒന്നിക്കുന്നു. തിയേറ്ററിൽ കയ്യടികൾ, വിസിലടികൾ ഒക്കെ ഉയരും. സിനിമ തീരുന്നു. പക്ഷേ ജീവിതം തീർന്നോ? ഇല്ലല്ലോ. ജീവിതം തുടങ്ങുന്നത് അവിടുന്ന് അങ്ങോട്ടാണ്. അതെങ്ങനെയായിരിക്കുമെന്ന് പ്രേക്ഷകൻ അറിയണ്ട. പക്ഷെ ജീവിതം അങ്ങനെയാണ്. ജീവിതത്തിൽ നമ്മൾ ഇന്ന് വരെ പ്രണയത്തിന് ശേഷമുള്ള മറ്റുള്ളവരുടെ കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. ഇവിടെ എപ്പോഴും അതിൻ്റെയൊക്കെ പുറകിൽ ഒളിച്ചിരിക്കുന്ന ദുരിതങ്ങളാണ്. ആ ദുരിതങ്ങളെ വില കൊടുത്ത് വാങ്ങുന്നവരാണ് ഈ പ്രേമിച്ച് നടക്കുന്നവർ. അങ്ങനെയല്ലേ എന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ.